You are watching TV Next. പ്രിയ സുഹൃത്തുക്കളെ, CMB അരവിന്ദാക്ഷൻ വിഭാഗം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് CMBയുടെ ഒരു വിലയിരുത്തൽ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായിട്ട് ഇന്നിവിടെ വിളിച്ചു കൂട്ടിയത്. കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് LDF 10 വർഷമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ വിശദീകരണം എല്ലാ മാധ്യമ പത്രങ്ങളിലൂടെയും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി, അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പനിയുടെ ഗുളിക വേണമെങ്കിൽ ഹോസ്പിറ്റലില്ല, അപ്പം തന്നെ ഡോക്ടർ കുറിപ്പ് എഴുതി തരും, പുറമെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക മേടിച്ചോളാൻ പറഞ്ഞുകൊണ്ട്. അതൊക്കെ മാറി ഇന്നിപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ ഭയങ്കരമായ വികസനം നടന്ന് ഇന്നിപ്പോൾ ജനങ്ങളുടെ പരാതി ഗുളിക കിട്ടില്ല, മരുന്ന് കിട്ടില്ല എന്നല്ല, ഓപ്പറേഷനിൽ വിലപിടിപ്പുള്ള ഓപ്പറേഷൻ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്രമാത്രം ഹോസ്പിറ്റലുകൾ താലൂക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലൊക്കെ വികസിച്ചു. പരാതി അതിലേക്ക് എത്തി. ഒരു ഗുളിക കിട്ടാത്ത പരാതിയല്ല ഇപ്പം ജനങ്ങൾക്കില്ല. ഇപ്പം എല്ലാ ഗുളികളും ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഇപ്പം ചില പാകപ്പിഴകൾ ഹോസ്പിറ്റലിൽ വരുന്നതിന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഓപ്പറേഷനും കാര്യങ്ങളും. ഒന്നോ രണ്ടോ വീഴ്ചകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് നിലവിലുള്ള മാധ്യമ ശൃംഖല, എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് തന്നെ ചെയ്യുന്ന മാധ്യമ ശൃംഖലകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുസ്തകം കിട്ടുമ്പോൾ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രി, ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത്, അന്ന് ഓണപ്പരീക്ഷ എത്തിയപ്പോൾ പോലും പുസ്തകങ്ങൾ വന്നില്ല. അബ്ദുറബിനോട് പത്രക്കാർ ചോദിച്ചു, എന്തേ പുസ്തകം വരാത്ത സ്കൂളിൽ എന്ന് ചോദിച്ചപ്പോൾ ഈ തവണ ഓണം നേരത്തെ വന്നു, അതുകൊണ്ടാണ് പുസ്തകം വരാത്തതെന്നുള്ള മറുപടി, ഒരു മറുപടിയാണ് അന്ന് അബ്ദുൾ റബ്ബ് കൊടുത്തത്. അതൊക്കെ മാറി ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ അടിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം വിദ്യാഭ്യാസ ഇതിലേക്ക് വന്നു. നമ്മൾ ഓരോ മേഖല, ഇപ്പോൾ റോഡുകൾ എടുത്ത് തന്നെ റോഡുകളുടെയൊക്കെ വികസനം പഴയ കാലത്തേക്കായി ഒരുപാട് വികസിച്ചു. വർഗീയ കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ വർഗീയ കലാപം പിടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷം കേരളം ഭരിക്കണമുകൊണ്ടാണ്. അതിന് വർഗീയ കലാപം ഉണ്ടാക്കാൻ വർഗീയ ചേരിയിലുള്ള ആളുകൾക്ക് ഭയമാണ്. കാരണം എന്നാ, ഇടതുപക്ഷ പാർട്ടി വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുന്നുള്ളൊരു ബോധം ജനങ്ങൾക്കുണ്ട്. അങ്ങനെ വിവിധ മേഖലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തുടർഭരണം അനിവാര്യമാണെന്നും അതുകൊണ്ട് LDF-ന് വേണ്ടി പിന്തുണ, ഞങ്ങൾ CMB ചെറിയ പാർട്ടിയാണ്, അതൊക്കെ ശരിയാണ്. CP ജോൺ ഒരു വിഭാഗം UDF-ലുണ്ട്, ഞങ്ങൾ LDF-ആയിട്ട് സഹകരിച്ചു പോണ അരവിന്ദാക്ഷൻ വിഭാഗമാണ്. CP ജോൺ തന്നെ പോയത് എങ്ങനെയാ? അധികാരമോഹം കൊണ്ട്. CP ജോൺ MP രാഘവനുള്ള സമയത്ത് പുറത്താക്കിയതാ. CP ജോണിനെയും അജീറിനെയും CMB-ന്ന് പുറത്താക്കിയിട്ട് അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള CMB ആണ് നിലവിൽ യഥാർത്ഥ CMB ആയിട്ടുണ്ടെന്ന്. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ തിരുവനന്തപുരം ടൗണിൽ CMB-യുടെ പോസ്റ്റർ, CP ജോണിൻ്റെ പോസ്റ്ററിൽ CP ജോൺ വിഭാഗത്തിൻ്റെ ഒരു ചിഹ്നം വച്ചിട്ടില്ല. ഞാൻ അത്ഭുതത്തോടെ കണ്ടു. അവർക്ക് ചിഹ്നമുണ്ട്. CP ജോൺ വിഭാഗത്തിന് ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചേണ്ട നക്ഷത്രം ചിഹ്നം. ഒരു പോസ്റ്ററിലോ ഒന്നിലോ CP ജോൺ വിഭാഗത്തിന്റെ ചിഹ്നം നക്ഷത്രം ഇതുവരെ ഞാൻ കണ്ടില്ല, ഒരു സ്ഥലത്തുമില്ല. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നും അവരെ ചിഹ്നം വെച്ചിട്ടില്ല. അതിപ്പോൾ ജോൺ ഇനി കൈപ്പത്തിയിലാണോ മത്സരിക്കണേ അല്ല വേറെ ഏതിലാണോ മത്സരിക്കണേന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അധികാരമോഹവും സാമ്പത്തിക മോഹവുമായിട്ട് നേതാക്കന്മാരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ CP ജോണിനൊക്കെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരേണ്ട പാർട്ടിയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് UDF-ൽ നിൽക്കേണ്ട ഒരു കാര്യം പോലും CP ജോണിനില്ല. ഒരു സീറ്റിന് വേണ്ടി തിരുവനന്തപുരത്ത് മേടിച്ച് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് അതുപോലെ കഴിഞ്ഞ തവണ CP ജോണിന് കിട്ടിയ സീറ്റ് വടക്കാഞ്ചേരി വിജയകൃഷ്ണൻ മത്സരിച്ച അവിടെ കെട്ടിവെച്ച കാശ് കിട്ടില്ലാത്ത രീതിയിലേക്കാണ് തോൽവിയുടെ സംഭവിച്ചത്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണണ്ട്.
കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുവാനാണ് ഞങ്ങളുടെ ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തിയത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.